പെട്ടെന്നായിരുന്നു ഒന്ന് കൊച്ചിയിലോട്ട് പോയാൽ എന്താണെന്നൊരു ആലോചനയ്ക്ക്. കാരണം എനിക്കൊരു സാരി മേടിക്കണം. പോത്തീസാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ മോളോട് ചോദിച്ചപ്പോൾ മോള് ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാനും ഫ്രീ ആണ്. ഇതേ ഞങ്ങൾ അന്ധകാര നരി ചെല്ലാനം വഴിയാണ് ചേർത്തലയിൽ നിന്ന് പോയത്. കാരണം മറ്റേ റോഡ് ഭയങ്കര തിരക്ക്. അതുകൊണ്ട് തോപ്പുംപൊടി പാലത്തിലൂടെ പഴയ പാലമില്ലേ, അതിലൂടെയാണ് പോകുന്നത്. ഇത്ര വർഷക്കാലമായി യാത്ര ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് കൂടെ പോയപ്പോൾ ഒരു വലിയൊരു നൊസ്റ്റാൾജിയ. സാധാരണ നമ്മൾ വൈറ്റില കൂടെ ആണല്ലോ പോകുന്നത്. എന്തായാലും ഡ്രൈവ് ചെയ്യുകയാണ്, ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഈ സ്പീഡ് പോകുന്നതിന് വഴക്ക് പറയുകയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് സ്പീഡ്. കാരണം എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് വലിയ ഒരു ടെൻഷനാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളെല്ലാം കണ്ടു, കടകൾ കണ്ടു, പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടു, പുതിയ ആളുകളെ കണ്ടു, രസമല്ലേ? അപ്പോൾ നമുക്ക് പതിയെ പോയി എല്ലാം കാണാം. സ്പീഡിൽ പോയാൽ നമ്മൾ കൂടെ ഇരിക്കുന്നവരും ഈ വണ്ടിയിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ അതിനാണ് ഞാൻ വഴക്ക് പറഞ്ഞത്. എന്താണെങ്കിലും ഇതെൻ്റെ പോയി എനിക്ക് തോന്നുന്നു MG റോഡിലോട്ട് എത്താറായി. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു വർക്കിംഗ് ഡേ ആണ്. തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. പക്ഷേ വെയിലാണ്, മഴയില്ല. നേരെ പോത്തീസിലോട്ട് പോകാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഞാൻ പോത്തീസിലൊക്കെ പോയിട്ടില്ല. പോത്തീസിൽ നമ്മൾ എത്തി വണ്ടി പാർക്ക് ചെയ്തു. ഈ വണ്ടി പോത്തീസിനകത്ത് ചെയ്യാൻ പറ്റില്ല. തൊട്ടപ്പുറത്തൊരു പാർക്ക് ചെയ്ത സ്ഥലമുണ്ട്. അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ നടക്കുക. ഇരത്തൂർ നടന്ന് പോവുകയാണ്. ഇരത്തൂർ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, പിന്നെ കുറേ പോവാം. മോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇത് എടുക്കുന്നത്. ഇപ്പോൾ എടുക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി അവിടെ ചെന്ന് ഓഫീസിലോട്ട് പോയപ്പോൾ ഒരു കാര്യമുണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ സെക്യൂരിറ്റി പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വീഡിയോ കൊണ്ട് വന്നുകൊണ്ടാണ്. പക്ഷെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ മാനേജരും മറ്റൊരു പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എന്താണെങ്കിലും അവിടെ എടുത്തും. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. താഴത്തെ ഫ്ലോർ നോക്കി അവിടെ നമുക്ക് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് മോളിൽ പോയി. മോളിൽ നല്ല വെറൈറ്റി സിൽക്ക് സാരീസ്, വളരെ നല്ല ഇഷ്ടപ്പെടുന്ന സാരീസ് ഉണ്ട്. ഞങ്ങൾ അന്ന് പോയപ്പോൾ തന്നെ ഒരാൾ എന്നാന്ന് വെച്ചാൽ ക്ഷീണം കൊണ്ട് വരും. കാരണം സാരി എടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം 500 രൂപയുടെ സാരിയാണെങ്കിൽ എനിക്ക് ഒരു മണിക്കൂർ സാരിയൊക്കെ ഏകദേശം എടുത്ത് നിങ്ങളെ കാണിക്കുന്നില്ല. അത് പിന്നെ അങ്ങ് ഓർത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ റണ്ണിങ് മെറ്റീരിയൽ മുകളിലാന്ന് പറഞ്ഞ് എസ്കലേറ്റർ കയറി ഞാനും ഞങ്ങൾ രണ്ടും കൂടെ മുകളിൽ ചെന്നു. കാരണം എനിക്ക് ചുരിദാറിൻ്റെ റെഡിമെയ്ഡ് വേണ്ട, മെറ്റീരിയൽ മേടിച്ച് തയ്പ്പിക്കാം എന്നും പറഞ്ഞിട്ട് ഇനി ഫസ്റ്റ് ഫ്ലോർ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കയറി. കുറേ ഉണ്ട് കേട്ടോ, നല്ല രസമാണ്. സെറ്റുണ്ട്, റെഡിമെയ്ഡും ഉണ്ട്. മോള് റെഡിമെയ്ഡിൻ്റെ ഒരു ടോപ്പോ എന്തോ എടുത്തു. ഞാൻ ചുരിദാറിൻ്റെ 2 മെറ്റീരിയൽസ് എടുത്തു. തിരിച്ചവിടെ ഞങ്ങൾ നേരെ ഇറങ്ങി. മോള് വണ്ടി എടുത്തുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി. മോളാണ് വണ്ടി എടുത്ത് നോക്കി. ഞാൻ എല്ലാം പാക്കിങ്ങായിട്ട് നേരെ വണ്ടിയിലോട്ട് കയറും. നല്ല വിശം. മണി 1:30-2 മണിയായെന്ന് തോന്നുന്നു. വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഓക്കെ പോകാം. വണ്ടി കയറിക്കഴിഞ്ഞ് എവിടെ ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ പൊന്നോ. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് ഗ്രാൻഡ് അല്ലാതെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അല്ലേ. അങ്ങനെ മീൽസ്, ഗ്രാൻഡിലെ ബിരിയാണി. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോയപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് റോഡിൽ, വർക്കിംഗ് ഡേ ആയിട്ട് കൂടി. അപ്പം അങ്ങനെ ഗ്രാൻഡിൽ പോകുന്ന വഴി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പഴയ കൊച്ചിയെപ്പറ്റിയും പഴയ യാത്രകളെ പറ്റിയുമൊക്കെ ഞാൻ മോളോട് പറയും, മോൾ എന്നോട് പറയും. ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെട്രോ വന്നതോടുകൂടി ഒത്തിരി മാറ്റങ്ങൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഥിരം പോകുന്നവർക്ക് ഞാൻ പറയുമ്പോൾ ഒരു ആശ്ചര്യമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴൊക്കെ പോകുന്നവർക്ക് അതൊരു കൗതുകം തന്നെയാണ്. എന്താണേലും സെൻട്രൽ സ്ക്വയർ മാളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അപ്പോൾ ഏതാ മോൾക്ക് ലീവൈസിൽ പോകണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞാൽ
ലിവൈസിൽ പോകുന്നത് മിക്കവാറും അങ്ങനെയായിരുന്നു. അപ്പോൾ ലിവൈസിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂ ടേൺ എടുത്തിട്ട് തീർച്ചയായും പോകുന്നു. അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ഇവിടെ വന്നിട്ടുള്ള തീരുമാനമാണ് ലിവൈസിൽ പോകാമെന്ന്. അപ്പോൾ അതിനു മുമ്പ് ഗ്രാൻഡിൽ കയറിയിട്ട് വേണമല്ലോ. അതുകൊണ്ട് ഗ്രാൻഡിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഗ്രാൻഡിലെത്തി. അവിടെ പിന്നെ വാലറ്റ് പാർക്കിംഗ് ഉള്ളത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഞങ്ങൾ നേരെ അങ്ങോട്ട് കയറി. പക്ഷെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. വെയിറ്റ് ചെയ്യണമല്ലോ, അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരും വരുന്ന നോക്കാണെ വിശന്നിട്ട് വയ്യ. ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. എപ്പോൾ വിളിക്കും എപ്പോൾ വിളിക്കും. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്താലും അത് അക്സെപ്റ്റാണ്. ഞാൻ വെയിറ്റ് ചെയ്തു. എന്ത് വേണം കുറേ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അവസാനം ഐസ്ക്രീമിലേക്ക് എത്തി. ഞാൻ എന്താണ് കഴിച്ചത്? പ്രോൺസ് ഫ്രൈ. എല്ലാം കഴിക്കാറുണ്ട്. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ചിറങ്ങി. ഈ മലബാർ ഗോൾഡ് കാണുന്നത് ഗ്രാൻഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ കാണുന്ന മലബാർ ഗോൾഡ്. അപ്പം എൻ്റെ മനസ്സിലൊരു എന്തെങ്കിലും ഒരു ചെറിയ പർച്ചേസ് ചെയ്താലും തോന്നി. ഞാൻ അപ്പോൾ മോളോട് ഒന്നും മിണ്ടിയില്ല. അപ്പം അതിനു മുമ്പ് മുകളിൽ ലിവൈസിൽ പോകണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. എന്തായാലും അവിടെ കയറാം. അങ്ങനെ നേരെ അവിടെ കയറി ഇങ്ങനെ എനിക്കാണെങ്കിൽ ഫുഡ് കഴിച്ചതിൻ്റെ ഉറക്കവും വരുന്നുണ്ട്. ഞാനവിടെ കയറി നിന്നു. ദേഹം ഓടി നടന്ന് ജീൻസും എന്തോ ടീഷർട്ടും കൂടെ നോക്കുന്നു. ഓരോന്നും വന്നിട്ട് കാണിക്കുകയാണ് എന്നെ. ഇതൊരു ജീൻസാണ്, ഇത് വേണോ എന്നൊക്കെ ചോദിച്ചു. ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. ഞാനത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഓക്കെ ഒന്ന് അടുത്തത് പോയി എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ മാറി ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ ഇങ്ങനെ അടുത്തിട്ട് തോന്നുന്നു. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ടോപ്പ് ജീൻസ് കുഴപ്പമില്ല, ടോപ്പ് വലിയ കളറില്ലല്ലോ, ഒക്കെ അത്ര ചേരുന്നില്ല. ഞാൻ പറഞ്ഞു ഇതങ്ങ് മാറ്റിക്കോളാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി അടുത്തത് നോക്കാൻ വേണ്ടി പോകാം. ഞാനേ വീഡിയോ എടുക്കുന്നതൊന്നും ശരിയാകുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ. എന്തായാലും തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത ഡ്രസ്സ് നോക്കാൻ വേണ്ടി ഇങ്ങനെ നല്ലൊരു പയ്യനായിരുന്നു കേട്ടോ. അപ്പം എന്നിങ്ങനെ നല്ല ഇതായിട്ട് അവൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അയ്യോ എന്നെ കാണിച്ച് കൊള്ളത്തില്ല. അവൾ ബില്ല് ചെയ്തു. ഇത് ഈ പയ്യനാണ് കേട്ടോ. നന്നായിട്ടെല്ലാം ഹെൽപ്പ് ചെയ്തു. എന്തായാലും ലിവൈസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് പോകാനൊരു സ്ഥലം എൻ്റെ മനസ്സിലുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല. വണ്ടി എടുക്കുന്നവരെ ഞാൻ പറഞ്ഞില്ല. വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞിട്ട് പറയാൻ നോക്കിയിട്ട് വേണോ എന്നിങ്ങനെ 2-3 വട്ടം ഇങ്ങനെ ആലോചിച്ചു. കാരണം ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ ഇപ്പോൾ എനിക്കൊരു വല്ലപ്പോഴും വരുമ്പോൾ ഞാൻ പോകുന്നൊരു സ്ഥലമാണ് ജോസ്കോ. ചിലപ്പോൾ ഒരു ഗ്രാമായിരിക്കും എടുക്കുന്നത്, മിക്കവാറും അതായിരിക്കും. ഇത് സ്വർണ്ണവിലയ്ക്കൊന്നും നമുക്ക് സ്വർണ്ണം എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷേ എനിക്കിഷ്ടമാണ് അവിടെ ചെല്ലുമ്പോൾ. നോക്കട്ടെ. അപ്പം ഇതിനകത്ത് പൈസ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. അതാണ് കല്യാണം ഒക്കെ വരുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം മേടിച്ചാലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ജോസ്കോ ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ അവളോട് പറഞ്ഞു മോളെ ജോസ്കോ എന്തിനാന്ന്. അപ്പോൾ ചിട്ടി അവൾക്ക് എന്തെങ്കിലും മേടിക്കുവാണെന്ന്. ഞാൻ പറഞ്ഞു നിനക്കല്ല, എനിക്കൊരു സാധനം മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ജോസ്കോയിലോട്ട് കയറാണ്. ജോസ്കോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിൻ്റെ വണ്ടിക്കകത്ത് ജോസ്കോയുടെ ഒരു തന്നെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കിട്ടിയത് കേട്ടോ. അവിടെ ചെന്നപാട് നെക്ലേസ് ഒക്കെ കൊടുക്കുന്ന അവിടെ ഒരു പയ്യനുണ്ട് കേട്ടോ. ടിവി ഞാൻ സായി മോൻസി ഇതാണ് മോൻസി ശരിക്കും ആളാണ് കേട്ടോ. എല്ലാം എടുത്തു വരും. നല്ല ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് എല്ലാം കാണിക്കും. കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയും. 1 ഗ്രാമായിരിക്കും മേടിക്കാൻ വേണം. പക്ഷെ നമ്മളെല്ലാം കാണിച്ച് നമുക്ക് വേണ്ടത് ഇഷ്ടപ്പെടും. വേണമെങ്കിൽ നമുക്കത് അങ്ങനെയാണ് എനിക്ക് രണ്ടാമത് വരാൻ തോന്നിച്ചത്. ഒരു പ്രാവശ്യം എൻ്റെ ഒരു കാര്യത്തിൽ കയറിയതാണ്. എന്തായാലും 1-2 മേടിക്കാൻ ഉദ്ദേശിച്ച സാധനം മേടിച്ചു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരുന്നു. സ്വർണ്ണ വിലയ്ക്ക് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. സ്വർണ്ണം വില കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
കാരണം സ്വർണം മേടിച്ചാൽ എനിക്ക് തോന്നുന്നു അസറ്റായിരിക്കും. ആവശ്യം ഉണ്ടെങ്കിൽ വിൽക്കുകയോ കടയിൽ വിൽക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അതാണ് ഉദ്ദേശവും, അല്ലാതെ നമ്മൾ സൂക്ഷിക്കാനൊന്നുമല്ല. ഏതായാലും അത് മേടിച്ചൊരു സന്തോഷം മോളുടെ മുഖത്തുണ്ട്, ഞാൻ എൻ്റെ മുഖത്തുമുണ്ട്. ഇനി എത്രയും വേഗം ഇപ്പം തന്നെ മണി സ്വർണം കിട്ടിയാലും കുഴപ്പമില്ല, കോംപ്ലിമെന്റ് വേണം അത്. അപ്പോൾ അതിനിടയ്ക്ക് 2-3 പ്രാവശ്യം വീട്ടിൽ നിന്ന് ഫോണും വന്നു. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി എന്താ പ്ലാൻ, നേരെ വണ്ടി വിടാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയപ്പോൾ അയ്യോ നല്ല മഴ. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ. അപ്പോൾ എല്ലാവരും അങ്ങനെ പോകാം. അപ്പോൾ തന്നെ മോൻസി പറഞ്ഞിരുന്നു കേട്ടോ, അതിന് വേണ്ട നമ്മൾ വന്ന വഴി തന്നെ പോകും. വണ്ടി ഞങ്ങൾ വന്നപ്പോൾ 2 വണ്ടിയുള്ളായിരുന്നു, ഇപ്പോഴത്തെ 6 വണ്ടിയുണ്ട്. അപ്പം നമുക്ക് വില കൂടിയാലും ആവശ്യക്കാരുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലേ, ഒരു അസറ്റാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്താണെങ്കിലും വണ്ടിയിലോട്ട് മഴ കയറി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് മോള് പോകുന്നത്. വണ്ടി എടുത്തിട്ട് ഇനി നമ്മൾ യാത്ര തിരിച്ചു പോകാം. ഇത്രയൊക്കെ ഉള്ളൂ, കൂടുതൽ കാര്യങ്ങൾ അങ്ങനെയില്ല. ചെന്നിട്ടിനി അടുത്ത കാര്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പം തന്നെ മണി ഏകദേശം 5:30 മണിയാവും. 5 മണി കഴിഞ്ഞു, 5:30 ആയി. ഗുഡ് ഈവനിങ്. കോംപ്ലിമെന്റ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് എന്തൊക്കെ ജോസ്കോടെ നേരത്തെ തന്ന പോലെ തന്നെ 2-3 സാധനങ്ങളും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് നോക്കില്ല. അതിൽ ഒരെണ്ണം എനിക്ക് തോന്നുന്നൊരു കാസറോൾ പോലൊരു സാധനമുണ്ട്. പിന്നെ നമ്മളെ സ്ഥിരം തരുന്ന മറ്റേ എന്താ പറയുക, നമുക്കിതൊക്കെ കിട്ടും. വേറൊരു സാധനം ഉണ്ട്, അത് നോക്കി എന്താന്ന് നോക്കാം. എന്തായാലും ഗിഫ്റ്റൊക്കെ ഉണ്ട്, ഗിഫ്റ്റ് കിട്ടും. വലിയ സന്തോഷമല്ലേ നമുക്ക് എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് തരുന്നത്. പക്ഷെ അതൊരു എന്താ പറയുന്നത്, അതിനൊക്കെ അതിൻ്റെതായ ഒരു ഇതുണ്ട്. നല്ല മഴ കേട്ടോ, കണ്ട നല്ല മഴയാണ്. MG റോഡിലൊക്കെ നല്ല മഴയാണ്, കണ്ട. ഞങ്ങൾ മഴയത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല, നേരെ വീട്ടിൽ പോകണം. ഇപ്പോൾ ഇറങ്ങിയാലേ ഒരു 6:30 7 മണിക്ക് മുമ്പായിട്ട് വീട്ടിലെത്താൻ പറ്റും. തിരക്കില്ലെങ്കിൽ 6 കടയപ്പോൾ തന്നെ തിരക്ക് തുടങ്ങി. 6:30 എത്താം. പോകുന്നവർ എവിടെയെങ്കിലും ഒരു ചായ കിട്ടുവാണെങ്കിൽ ചായയും കൂടെ കുടിച്ച് നേരെ പോകാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇന്ന് വലിയ എനിക്ക് മറ്റുള്ള വർക്കില്ല, പ്രവർത്തനങ്ങളില്ല. അതുകൊണ്ടൊരു നല്ലൊരു ദിവസമായി എനിക്കിന്ന്. ഭയങ്കര സന്തോഷമായി ഒരു ദിവസമായിട്ട് തോന്നുന്നു. ഇനി ഇടയ്ക്ക് പോകുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ കുഞ്ഞു വീഡിയോസ്, എനിക്ക് എൻ്റെ മനസ്സിൽ തൃപ്തിയുള്ള വീഡിയോസ്, ചിലപ്പോൾ നിങ്ങൾക്കത് സന്തോഷമാവുമെങ്കിൽ ആകട്ടെ, ഇല്ലെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. എന്തായാലും ഒരു സന്തോഷം, ഇത്രയേ ഉള്ളൂ. ഏതായാലും എല്ലാവർക്കും കേട്ടോ, എൻ്റെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി, സന്തോഷം. ഇനി അടുത്ത ഇത്രയും വീഡിയോസിലേക്ക് നമുക്ക് കാണാം. ഓക്കെ, ബൈ. See you.